Good morning. Good morning. Morning, Miss. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു അല്ലേ? മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് ആയിരുന്നു. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു അല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ജസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞത്? നമ്മുടെ പ്രസന്റ് ഡേ ഹോസ്പിറ്റൽസ് അല്ലെ? നമുക്ക് ആദ്യം തുടങ്ങി ഒന്നുകൂടി നോക്കാം കേട്ടോ. അപ്പൊ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. കാരണം ഹോസ്പിറ്റൽസിലെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലെ തുണിത്തരങ്ങൾ വളരെ വൃത്തിയുള്ളതും നീറ്റുമായിട്ട് സൂക്ഷിക്കുക, അതൊക്കെ നിലനിർത്തുന്നതൊക്കെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ്? നമ്മുടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുമായി ബന്ധപ്പെട്ട ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്, ഹോസ്പിറ്റലിലെ ലോണ്ടറിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏതൊക്കെയാണ് ലിനൻ മെറ്റീരിയൽസ്, തുണിത്തരങ്ങളായിട്ട് വരുന്നത്, ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ് നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ കൂടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇതില് ഫസ്റ്റ് പോയിന്റ്, in the present day hospital, the laundry and linen services are one of the most important supporting services. ഇന്നത്തെ നമ്മുടെ പ്രസന്റ് ഡേ ഹോസ്പിറ്റലുകളിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സപ്പോർട്ടിംഗ് സർവീസ് തന്നെയാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. And the laundry department at hospitals are responsible for maintaining neatness of linens, staff uniforms, lab coats, and tailoring services to meet the needs of the patients and staff. അതുപോലെ തന്നെ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്തിന് റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ എന്തിന് ഉത്തരവാദിത്തമുള്ളവരാണ്? മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻസ്. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തുണിത്തരങ്ങളുണ്ടോ അതുമായി അത് വളരെ വൃത്തിയുള്ളത് നീറ്റായിട്ട് നിലനിർത്തുക. അതിപ്പോ പേഷ്യന്റ് സ്റ്റാഫിന്റെ യൂണിഫോംസ് ആവാം, ലാബ് കോട്ടുകളാവാം, അല്ലെങ്കിൽ മറ്റേതൊരു തുണിത്തരങ്ങളാണെങ്കിലും വളരെ നീറ്റായിട്ട് വൃത്തിയുള്ളതായിട്ട് നിലനിർത്താനുള്ള റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലുള്ള ടൈലറിംഗ് സർവീസുകളും ഇതുമായി അസോസിയേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരു ഹോസ്പിറ്റല്, പ്രസന്റ് ഡേ ഹോസ്പിറ്റൽ, ഇന്നത്തെ ഹോസ്പിറ്റലുകളില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു, നമ്മുടെ ഏറ്റവും വളരെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. എന്തിനു വേണ്ടിയാണ് ഇത് ഉത്തരവാദിത്തമുള്ളവരാകുന്നത്? എന്താണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ തുണിത്തരങ്ങളും, അതിപ്പോ ഏതൊക്കെയായിട്ട് സ്റ്റാഫ് യൂണിഫോം ആവാം, ലാബ് കോട്ടുകളാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മറ്റു തുണിത്തരങ്ങളാവാം, ഇവയുടെയൊക്കെ വൃത്തിയുള്ളതായിട്ട് നിലനിർത്തുകയും അതുപോലെ തന്നെ പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലുള്ള ടൈലറിംഗ് സർവീസ് ഇതുമായി അസോസിയേറ്റ് ചെയ്ത് നൽകുകയും ചെയ്യുകയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. And the hospital laundry with linen which got stained from various body fluids, that is blood, urine, feces, etc. This type of linen need to be cleansed and serviced before they are being put into the washing machine, as they are carefully and delicately handled. എപ്പോഴും ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബ്ലഡോ യൂറിനോ ഫീസസ് അല്ലെ, രക്തം, മൂത്രം, മലം മുതലായിട്ടുള്ള അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് മൂലമുണ്ടാകുന്ന കറ പറ്റിയിട്ടുള്ള, ബോഡി ഫ്ലൂയിഡ്സ് വഴി കറ പറ്റിയിട്ടുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളാണെങ്കിൽ അത് നമ്മൾ ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പാടില്ല? വാഷിംഗ് മെഷീനിലേക്ക് കഴുകാൻ ഇടാനല്ല ചെയ്യേണ്ടത്. അതിനു മുൻപ് നമ്മുടെ കൃത്യമായിട്ടുള്ള കഴുകലും
അണുനശീകരണങ്ങളും ഒക്കെ ചെയ്ത് സർവീസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് അത് നിക്ഷേപിക്കാനായിട്ട്. ആസ് ദേ ആർ കെയർഫുള്ളി ആൻഡ് ഡെലിക്കേറ്റ്ലി ഹാൻഡിൽഡ്. അപ്പൊ എപ്പോഴും ഒരു ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റെയിൻ പറ്റിയ അല്ലെങ്കിൽ കറ പറ്റിയ തുണിത്തരങ്ങളാണെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവവും സൂക്ഷ്മവുമായിട്ട് നമ്മൾ അതിനെ കെയർ ചെയ്ത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാഷിംഗ് മെഷീനിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ. ആൻഡ് എ റിലയബിൾ ലോണ്ടറി സർവീസ് ഈസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വസനീയമായിട്ടുള്ളൊരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഏതൊരു ഹോസ്പിറ്റലിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പ്രാധാന്യമുള്ളൊരു സപ്പോർട്ടിംഗ് സർവീസ് തന്നെയാണത്. ഇത് വിശ്വസനീയമായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സുകളും അതിൻ്റെതായ രീതിയിലൂടെ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്കതൊരു റിലയബിൾ ആയിട്ട് തോന്നുന്നത്. അങ്ങനെയൊരു വിശ്വസനീയമായിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലോണ്ടറി സർവീസ് ഒരു ഹോസ്പിറ്റലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. അതാണ് ഫസ്റ്റ് പോയിന്റില് പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രസന്റ് ഡേ ഹോസ്പിറ്റൽസിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സർവീസ് തന്നെയാണ് ലോണ്ടറി സർവീസ്. ആ ഒരു ലോണ്ടറി സർവീസിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ തുണിത്തരങ്ങളും വളരെ വൃത്തിയുള്ളതായിട്ട് നിലനിർത്തുക. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാവാം, സ്റ്റാഫ് യൂണിഫോമുകളാവാം, ലാബ് കോട്ടുകളാവാം മുതലായവയെല്ലാം വളരെ വൃത്തിയുള്ളതായിട്ട് നിലനിർത്തുക. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലുള്ള ടൈലറിംഗ് സർവീസ് കൂടി ഇതോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് നൽകുകയും ചെയ്യുക. അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ് വഴി ബ്ലഡോ യൂറിനോ ഫീസോ മുതലായവയുമായി ബന്ധപ്പെട്ട് കറ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങളാണ് എങ്കിൽ ഒരിക്കലും നമ്മൾ നേരിട്ട് അത് വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ പാടില്ല. മറിച്ച് അത് കൃത്യമായിട്ടുള്ള കഴുകലും അണുനശീകരണങ്ങളും ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മളത് ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് നിക്ഷേപിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകമായിട്ട് വളരെ സൂക്ഷ്മമായിട്ടും ശ്രദ്ധാപൂർവവും ഇങ്ങനെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് പറയുന്നത് എപ്പോഴും ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു വിശ്വസ്തതയുള്ള ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ. രണ്ടാമത്തത് സെക്കൻഡ് പോയിന്റ് ആണ്. The linen and laundry services should provide safe, clean, ample and timely supply of linen to user units of a hospital at right time, right place, right quantity and right price. എപ്പോഴും the linen and laundry services, ഒരു ഹോസ്പിറ്റലിലെ linen and laundry services should provide വളരെ സുരക്ഷിതമായിട്ടുള്ള, വളരെ വൃത്തിയുള്ള, വളരെ സമൃദ്ധമായിട്ടുള്ള and വളരെ timely supply of linen, വളരെ സമയബന്ധിതമായിട്ട് to user units of a hospital, ഹോസ്പിറ്റലിലെ യൂണിറ്റ്സ്, എന്താ ലിനൻസ് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ, ഹോസ്പിറ്റലിലെ ഇതുപോലെയുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളിലേക്ക് വളരെ സുരക്ഷിതവും വൃത്തിയുള്ളതും സമൃദ്ധവും അതുപോലെ തന്നെ വളരെ സമയബന്ധിതമായിട്ടും തുണിത്തരങ്ങള് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെ? അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് റൈറ്റ് പ്രൈസ്. ശരിയായ സമയത്ത് നമ്മൾ അത് അവിടെ എത്തിക്കണം, അല്ലെ? ആ ശരിയായ സ്ഥലത്തായിരിക്കണം എത്തിക്കേണ്ടത്. ഇപ്പൊ ഒരു വാർഡിലേക്ക് പറഞ്ഞിരിക്കുന്ന സാധനം ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണോ കൊണ്ടു കൊടുക്കേണ്ടത്? അല്ല, ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ അളവിലും ശരിയായ വിലയിലും എത്തിക്കുക എന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്? ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റില് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഷുഡ് പ്രൊവൈഡ്, വളരെ സുരക്ഷിതമായിട്ടുള്ള ഹോസ്പിറ്റലില് ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്ന യൂസർ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണോ അവർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള, വളരെ സമൃദ്ധമായിട്ടുള്ള, വളരെ വൃത്തിയുള്ളതും വളരെ സമയബന്ധിതമായിട്ടും തുണിത്തരങ്ങൾ നൽകുക. എങ്ങനെയായിരിക്കണം നൽകേണ്ടത്? ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ അളവിലും ശരിയായ വിലയിലും ലഭ്യമാക്കുക എന്നതുകൂടി ഈ ഒരു ലോണ്ടറി സർവീസിന്റെ പ്രാധാന്യമാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് this term is used to denote clothing items. ഈ ഒരു ലിനൻ എന്ന് പറയുന്ന ടേം നമ്മുടെ
എപ്പോഴും എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുന്നത്? തുണിത്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇവിടെ ഒരു പ്രത്യേക ബ്രാഞ്ചിനെയോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ ലിനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന തുണിത്തരങ്ങളെയാണ് നമ്മൾ ലിനൻസ് എന്ന്, അല്ലെങ്കിൽ ആ ഒരു ക്ലോത്തിങ് ഐറ്റംസിനെയാണ് നമ്മൾ ലിനൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. And it consists of all the textiles used in hospital, which include mattress, bed cover, bed sheets, towel, blanket, screen, curtain, doctor coat, table cover, etc. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ എല്ലാ തുണിത്തരങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെ വരാം? ഒരു എന്തൊക്കെ വരാം അതിൽ? പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? മാട്രസുകൾ അല്ലെ, മെത്തകളുടെ, അതുപോലെ തന്നെ ബെഡ് കവറുകള്, ബെഡ്ഷീറ്റുകള്, ടവലുകള്, ബ്ലാങ്കറ്റുകള്, സ്ക്രീൻ, കർട്ടൻ, ഡോക്ടർ കോട്ട്, അതുപോലെ തന്നെ ടേബിൾ കവർ മുതലായിട്ടുള്ള ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ലിനൻ എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ദ മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഇസ് കോട്ടൺ. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു തുണിത്തരമാണ്, യൂസ്ഡ് മെറ്റീരിയൽ ആണ് കോട്ടൺ എന്ന് പറയുന്നത്. ചോദിക്കാനുള്ള ഒരു മെറ്റീരിയൽ ഇതാണ് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫ്രീക്വന്റ്ലി ആണ് പതിവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലിനൻ മെറ്റീരിയൽ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. കോട്ടൺ ആണ്. ഇറ്റ് ഈസ് ലോവർ പ്രൈസ്ഡ് ആൻഡ് മോർ കംഫർട്ടബിൾ. വളരെ വില കുറവുമാണ്, അതോടൊപ്പം തന്നെ നമുക്ക് എന്താ വളരെ കംഫർട്ടബിൾ ആയിട്ട് സൗകര്യപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ പതിവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. Then last point പറയുന്നത് the hospital laundry receives all the linen material from different areas such as ward, operation theatre, operating and office area, where they undergo the process of sorting, washing, extracting, drying, ironing, folding, mending and delivery. ഒരു ഹോസ്പിറ്റൽ ലോണ്ടറിയിലേക്ക് നമ്മള് തുണിത്തരങ്ങൾ എത്തുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമല്ല അല്ലെ, ആ ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് വരുന്നുണ്ട് അല്ലെ. ഒരു വാർഡിൽ നിന്ന് വരുന്നുണ്ടാവാം, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വരുന്നുണ്ടാവും, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ആ ഒരു ലോണ്ടറി സർവീസിലേക്ക് തുണിത്തരങ്ങൾ എത്തുന്നത്. where they undergo the process of sorting. ഇനി ഇവിടെ തുണിത്തരങ്ങൾ അവിടെ അവർ റിസീവ് ചെയ്തു അല്ലെങ്കിൽ അവർ സ്വീകരിച്ചു വെച്ചാൽ ആ ഒരു അവിടെ കുറച്ച് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സോർട്ടിങ് അല്ലെ. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ എല്ലാ റൂമിൽ നിന്നും തുണികൾ കളക്ട് ചെയ്യും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സോർട്ട് ചെയ്യാറുണ്ട്, വേർതിരിക്കാറുണ്ട് അല്ലെ. ചെയ്യാറുണ്ടോ? ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മെഷീൻ വാഷ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഇല്ലേ. വൈറ്റ് കളർ ഉള്ളവ നമ്മൾ വേറെ മാറ്റി വെക്കാറുണ്ട് അല്ലെ, കറ പിടിക്കാതെ തിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ തരംതിരിക്കാറുണ്ട് അല്ലെ. അതേ പ്രോസസ്സ് ഇവിടെയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഓരോന്ന് അതിൻ്റെതായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാഷ് ചെയ്തെടുക്കും അല്ലെ. അത് എക്സ്ട്രാക്ട് ചെയ്യും, അതിലെ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞ് അത് ഡ്രൈ ചെയ്യും അല്ലെ, ഉണക്കും അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അയൺ ചെയ്ത് വെക്കും അല്ലെ. നമ്മളൊക്കെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് അല്ലെ. ഇപ്പൊ ഡ്രൈ ചെയ്യുന്നു, അതിനുശേഷം അയൺ ചെയ്യുന്നു, അതിനുശേഷം ഫോൾഡ് ചെയ്യും. എന്ത് ചെയ്യും? അയൺ ചെയ്താൽ നമ്മള് അപ്പൊ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മടക്കി വെക്കും അല്ലെ, മടക്കി വെക്കും. മെയിൻറ്റെയിൻ ആൻഡ് ഡെലിവറി. മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില തുണിത്തരങ്ങള് ചെറിയ രീതിയിലോ പിന്നലോ കാര്യങ്ങളോ ഒക്കെ കണ്ടെന്ന് വന്നാൽ അതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു? റിപ്പയർ ചെയ്യാണ് മെയിൻറ്റെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നന്നാക്കുകയാണ് ശരിക്കും. അതെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ടീറിങ്ങോ പൊട്ടലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പിന്നലോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? നന്നാക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ അതാത് യൂണിറ്റുകളിലേക്ക് അത് വിതരണം ചെയ്യുക. അപ്പൊ ഇത്രയും പ്രോസസ്സുകളിലൂടെ ആ ഒരു തുണിത്തരങ്ങൾ കടന്നു പോകുന്നുണ്ട്. In the case of linen, special care should be taken. ഈ ഒരു ലിനൻ എന്ന് പറയുന്ന തുണിത്തരങ്ങളുടെ കാര്യത്തില് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പരിചരണം അല്ലെങ്കിൽ ഒരു കെയർ, നമ്മൾ ശ്രദ്ധ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് കൂടിയാണ് ഈ തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ. അത് വളരെ ക്ലീൻ ആയിട്ട് നമ്മൾ അത് ആ ഒരു പ്രോസസ്സ് ചെയ്തില്ല എങ്കിൽ അതിലൂടെ ഒരുപാട് പേരിലേക്ക് ഈ ഇൻഫെക്ഷൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് തടയണമെങ്കിൽ ആ പ്രോസസ്സുകളെല്ലാം വളരെ വൃത്തിയായിട്ടും ഹൈജീനിക് ആയിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത്
ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു. അതുപോലെ തന്നെ അതെങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്, ഓരോ യൂണിറ്റുകൾക്കും അത് ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റുകൾക്കും ആവശ്യമായിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള, വളരെ സേഫ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, വളരെ ടൈംലി മാനർ, വളരെ സമയബന്ധിതമായിട്ട് ശരിയായ സമയത്ത് ശരിയായ വിലയിൽ ശരിയായ സ്ഥലത്തും അതുപോലെ തന്നെ ശരിയായ അളവിലും തുണിത്തരങ്ങൾ എത്തിച്ചു നൽകേണ്ടത് ഈ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് പറഞ്ഞത്, ലിനൻ എന്ന് പറഞ്ഞാൽ ശരിക്കും തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. മാട്രസ് പറഞ്ഞു, ബെഡ് കവർ പറഞ്ഞു, പില്ലോ കവർ, ബെഡ്ഷീറ്റ്, ടവല് അല്ലെ, ബ്ലാങ്കറ്റ്, സ്ക്രീൻ, കർട്ടൻ, ഡോക്ടർ കോട്ട്, ടേബിൾ കവർ മുതലായവ എല്ലാം ഈ ഒരു ലിനൻ തുണിത്തരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ആൻഡ് മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. അത് വളരെ ലോവർ പ്രൈസ്ഡും ആണ്, അതുപോലെ തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കോട്ടൺ ആണ് കൂടുതലും നമ്മൾ ലിനൻ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ലോണ്ടറിയിലേക്ക് ഒരു മെറ്റീരിയൽസ് പല പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, പല ഡിഫറെന്റ് ഏരിയാസിൽ നിന്നും റിസീവ് ചെയ്യുന്നു. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. അതിലെ പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് അത് സോർട്ട് ചെയ്യുന്നു, തരംതിരിക്കുന്നു, അത് വാഷ് ചെയ്യുന്നു, കഴുകുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നത് പിഴിഞ്ഞ് അത് ഡ്രൈ ചെയ്യുന്നു, അതിനുശേഷം അത് അയൺ ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു അല്ലെ, എന്ത് ചെയ്യുന്നു, മടക്കി വെക്കുന്നു. ഇനി എന്തെങ്കിലും റിപ്പയറോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതാത് യൂണിറ്റുകൾക്ക് ആവശ്യമായ തുണിത്തരങ്ങൾ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം? Okay. Then next, objectives of laundry and linen service. Laundry and linen service ന്റെ പ്രധാനപ്പെട്ട objectives അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in this process. എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് is to provide adequate clean material to the patients and personnels. അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും അവിടെ വരുന്ന പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള വൃത്തിയുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ while ensuring that hygienic conditions are maintained in this process. ഈ ഒരു തുണിത്തരങ്ങള് വളരെ വൃത്തിയുള്ളതായിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന പ്രോസസ്സുകളിൽ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഹൈജീനിക് കണ്ടീഷൻ അല്ലെ, ശുചിത്വപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉറപ്പുവരുത്തുന്നുണ്ടോ? അത് പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ ഹൈജീനിക് കണ്ടീഷൻ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഉറപ്പുവരുത്തണം. അത് ആരാ ചെയ്യേണ്ടത്? ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ആ ഒരു ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്ന തുണിത്തരങ്ങളെ കൃത്യമായിട്ട് പ്രോസസ്സുകളിലൂടെ നമ്മൾ കടത്തിവിട്ടാണ് അത് വൃത്തിയാക്കി മാറ്റുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പ്രോസസ്സിംഗില് ഹൈജീനിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ശുചിത്വപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഹൈജീനിക് കണ്ടീഷനിലൂടെ പ്രോസസ്സ് ചെയ്തെടുത്തിട്ടുള്ള ലിനൻസ് എന്ത് ചെയ്യുക? അവിടുത്തെ വരുന്ന പേഷ്യൻസിനും അവിടുത്തെ ജീവനക്കാർക്കും നൽകുക എന്നതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. And the main objectives of the department are the following. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് താഴെ പറയുന്ന 3 പോയിന്റ്സ്. ആ 3 പോയിന്റ്സ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഇത് അല്ലെങ്കിൽ ഏതൊക്കെയാണോ പോകുന്ന രീതിയിലുള്ള ആൻസറുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം സബ്ജക്ട് ബോത്ത് എ ആൻഡ് ബി എന്ന രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയ ആ ഒരു 3 പോയിന്റ്സ് പ്രധാന ഒബ്ജക്റ്റീവ്സ് ആണ്. അതിൽ ഒന്നാമത്തത് to retain a comfortable and safe environment for the patients, staff and visitors. അവിടെ വരുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസ് ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫുകൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കും വളരെ കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. എന്തൊക്കെയാണ്? To retain a comfortable and safe environment for the patients,
സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വരുന്ന പേഷ്യൻസിനും അവിടെയുള്ള സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കും വളരെ സൗകര്യപ്രദമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു പ്രൊവൈഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് qualitative linen to various required areas like IP, operation theatre, OPD and other areas. ഇവിടെ എന്താണ് രണ്ടാമത്തെ പറയുന്നത്? To provide constant supply of qualitative linen, ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ സ്ഥിരമായി വിതരണം ചെയ്യുക. എവിടെയാ? അത് ആവശ്യമായിട്ടുള്ള ഏരിയാസിലോട്ട്. ഇപ്പൊ നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ലിനൻസ് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണോ, അതായത് അത് ലൈക്ക് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവാം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവാം, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മറ്റ് ഏരിയാസിലൊക്കെ എത്രത്തോളം ലിനൻസ് ആവശ്യമാണോ അത്രയും തുണിത്തരങ്ങൾ എങ്ങനെയുള്ളതാ? ക്വാളിറ്റേറ്റീവ് ലിനൻ, വളരെ ഗുണനിലവാരമുള്ള തുണിത്തരങ്ങള് വളരെ സ്ഥിരമായിട്ട് വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത് ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് റിറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കുകയും അതിലൂടെ അവിടുത്തെ കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുകയും ചെയ്യുക. അപ്പൊ 3 ഒബ്ജക്റ്റീവാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും 3 ഒബ്ജക്റ്റീവാണ് പഠിച്ചത്. അതിൽ ഒന്നാമത്തെ മെയിൻ ഒബ്ജക്റ്റീവാണ് എന്താണ്? അവിടുത്തെ പേഷ്യൻസിന്, സ്റ്റാഫുകൾക്ക്, വരുന്ന വിസിറ്റേഴ്സിനും വളരെ കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് അവിടെയുള്ള ആവശ്യമായിട്ട് ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏരിയാസ് ആയിക്കോട്ടെ, അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഏരിയാസ് എന്താവശ്യമായിട്ടുള്ളതാ? ഈ ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ആവശ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് വളരെ സ്ഥിരമായിട്ട് ക്വാളിറ്റേറ്റീവ് ലിനൻ അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകൾ നിയന്ത്രിക്കുകയും അതിലൂടെ നല്ല ക്വാളിറ്റിയുള്ള പരിചരണം നിലനിർത്തുകയും ചെയ്യുക. ഇത് 3 പ്രധാനപ്പെട്ട ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിലെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ഓക്കെ, then next some of the main functions of the laundry services are the following. ഒരു ലോണ്ടറി സർവീസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് താഴെ പറയുന്നവ. ഇതൊക്കെ നിങ്ങൾക്ക് പാഴ്ചകെട്ട എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. മെയിൻ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി. ഫസ്റ്റ് വൺ ആണ് ടു കളക്ട് ഓർ റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. അല്ലെ, ഹോസ്പിറ്റലിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അല്ലെ, നമ്മളൊരു വീട്ടിലെ വാഷിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇത് അല്ലെ. നമ്മൾ ഒരാൾ അലക്കാൻ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലുള്ള മറ്റു റൂമുകളിൽ നിന്നൊക്കെയുള്ള സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുഷിഞ്ഞതായിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ ഡിഫറെന്റ് പ്ലേസസ്. ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ ഹോസ്പിറ്റലിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനാവാം, അല്ലെങ്കിൽ മലിനമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുകയാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ which include sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. രണ്ടാമത്തെ പ്രോസസ് എന്താ? ഇങ്ങനെയുള്ള സോയിൽഡ് ആയിട്ടുള്ള ലിനൻ അല്ലെങ്കിൽ മുഷിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സോർട്ടിങ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ് തന്നെയാണ്. സോർട്ട് ചെയ്യുന്നു, തരംതിരിക്കുന്നു. അതിനുശേഷം സ്ലൂയിസിംഗ് എന്ന് പറഞ്ഞാൽ കഴുകുന്നു. അതിനുശേഷം ഡിസിൻഫെക്റ്റിംഗ് ചെയ്യുന്നു. അതിന് ആദ്യം എന്താണ്? ഇപ്പൊ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഡിറ്റർജൻസും ലിക്വിഡ്സും കാര്യങ്ങളും ഉപയോഗിച്ച് കഴുകി ഡിസിൻഫെക്റ്റ് ചെയ്താണ് വിമുക്തമാക്കിയിട്ടാണ് പ്രധാനപ്പെട്ട വാഷിംഗിലേക്ക് ചെയ്യുക. അപ്പൊ അതിനുശേഷം എക്സ്ട്രാക്റ്റിംഗ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടീഷനിങ് ചെയ്യുന്നു അല്ലെ. നമ്മൾ കണ്ടീഷനിങ് ചെയ്യാറില്ലേ? നമ്മുടെ തുണിത്തരങ്ങള് ഫാബ്രിക്സ് കണ്ടീഷനിങ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ?
ചെയ്യാറില്ലേ? കണ്ടീഷനിങ് ചെയ്യാറില്ലേ? അതുപോലെ കണ്ടീഷനിങ് ചെയ്യുന്നു, അതിനുശേഷം ഡ്രൈ ചെയ്ത് അയൺ ചെയ്യുന്നു, പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ തുണിത്തരങ്ങൾ കടന്നു പോകുന്നുണ്ട്. ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽസ് ആൻഡ് റീപ്ലേസ് ദം. ഇപ്പൊ ഡാമേജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റിപ്പയർ ചെയ്യാം. അല്ലെ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോ എന്തെങ്കിലും ബെഡ്ഷീറ്റോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തുണികളുടെയൊക്കെ ചെറിയ ചെറിയ കീറലോ പിന്നലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെഷീനിൽ വെച്ച് അല്ലെങ്കിൽ കൈത്തുന്നലോ അല്ലെങ്കിൽ മെഷീൻ വെച്ചോ നമ്മൾ എന്ത് ചെയ്യും? അത് തുന്നി വെക്കാറാണ് പതിവ്, അല്ലെ? അത് അങ്ങനെ തന്നെ കളയാറുണ്ടോ? ചെറിയ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നന്നാക്കി നമ്മൾ അത് തന്നെ യൂസ് ചെയ്യാറാണ് പതിവ്, അല്ലെ? അതേസമയം കുറച്ചധികം അത് നമുക്ക് ഒരുപാട് അത് മോശമായിട്ടുണ്ട്, ഡാമേജ്ഡ് ആയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റി വേറൊണ്ട് അതിന് പകരമായിട്ട് എന്ത് ചെയ്യാം? റീപ്ലേസ് മാറ്റി അവിടെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തേതിൽ പറയുന്നത് ടു ഡിസ്ട്രിബ്യൂട്ട് ക്ലീൻ ലിനൻ ടു ദ റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. ആ പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട യൂസർ ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർക്ക് വൃത്തിയുള്ള തുണിത്തരങ്ങൾ വിതരണം ചെയ്ത് നൽകുക. അഞ്ചാമത്തത് ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. ഇപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള തുണിത്തരങ്ങൾ ഏതൊക്കെ, പ്രോസസ് ചെയ്ത് പോയിട്ടുള്ള തുണിത്തരങ്ങൾ ഏതൊക്കെ, അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഇൻവെന്ററി അല്ലെങ്കിൽ വിവര പട്ടികകള് നിർബന്ധമായിട്ടും നിലനിർത്തണം. ഇപ്പൊ ഏതൊക്കെ തുണിത്തരങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഏതൊക്കെ തുണിത്തരങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടി വന്നു, വാഷിങ്ങിന് വേണ്ടി വന്നു, അതിനുശേഷം എത്ര എണ്ണം നമ്മൾ അത് വിതരണം ചെയ്തു, അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവര പട്ടിക ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് നിലനിർത്തണം. ആറാമത് പറയുന്നത് റിറ്റെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അതോടൊപ്പം തന്നെ രജിസ്റ്റേഴ്സ്, പല ടൈപ്പ് രജിസ്റ്റേഴ്സ് നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിലനിർത്തണം. അപ്പൊ ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട്, ഏതൊക്കെ നമുക്ക് ഇനി പർച്ചേസ് ചെയ്യണം, ഏതൊക്കെയാണ് നമ്മുടെ പഴയതായിട്ട് നമ്മൾ മാറ്റിയത്, പുതിയതായിട്ട് പുനഃസ്ഥാപിച്ചത് ഏതൊക്കെ, അങ്ങനെ കൃത്യമായിട്ട് കണക്കുകൾ കിട്ടാനും അതിനനുസരിച്ച് രേഖപ്പെടുത്തി വെക്കാനുമായിട്ട് പലതരത്തിലുള്ള രജിസ്റ്റേഴ്സും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യണം? നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഒരു 6 ഫംഗ്ഷൻസ് ആണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? ഡിഫറെന്റ് പ്ലേസസിൽ നിന്നും ഇൻസോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതെന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാട്ടോ. ഫംഗ്ഷൻസും അതെ ഒബ്ജക്റ്റീവ്സും ആണ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഡിഫറെന്റ് പ്ലേസസിൽ നിന്നും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതായിക്കോട്ടെ സോയിൽഡ് ആയിട്ടുള്ള ലിനൻസ് ആയിക്കോട്ടെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്യുന്നു, സ്ലൂയിസിങ് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നു, കഴുകുന്നു, അതിനുശേഷം നമ്മൾ അണുമുക്തമാക്കുന്നു, പിന്നീട് പ്രധാനപ്പെട്ട വാഷിംഗ് പ്രോസസ്സിലേക്ക് ഇടുന്നു, അതിനുശേഷം വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്ത് പിഴിഞ്ഞ് കണ്ടീഷനിങ് ചെയ്ത് അതിനുശേഷം ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് പ്രസിംഗ് ആൻഡ് ഫോൾഡിങ് ചെയ്ത് നമ്മൾ വെക്കുന്നു. ഇനി എന്തെങ്കിലും കേടുപാടുകളോ ഡാമേജോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് കൃത്യമായിട്ടുള്ള റിപ്പയറിംഗ് കൊടുക്കുക. അത് പറ്റുന്നില്ല, റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പകരമൊന്നും റീപ്ലേസ് ചെയ്യുകയും ചെയ്യുക. അടുത്തത് പറഞ്ഞത് എന്തൊക്കെയാണ്? ഡിസ്ട്രിബ്യൂട്ട് ക്ലീൻ ലിനൻ. അതുപോലെ തന്നെ ഈ യൂസർ ഡിപ്പാർട്ട്മെന്റ് ലിനൻസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വൃത്തിയുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുക? വിതരണം ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. അപ്പൊ ഇൻവെന്ററീസ് അവിടെയുള്ള കൃത്യമായിട്ട് എന്താണ്? അവിടെയുള്ള വിവര പട്ടികകളും ഏതൊക്കെ ലിനൻസ് പ്രോസസ് ചെയ്തു, ഏതൊക്കെ ഇപ്പോ പ്രോസസ്സിംഗിലുണ്ട്, ഏതൊക്കെ നമ്മൾ ഓൾറെഡി വിതരണം ചെയ്തു, അങ്ങനെയുള്ള ഒരു കൃത്യമായ ഒരു വിവര പട്ടിക നിലനിർത്തുക. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് വിവിധ തരത്തിലുള്ള രജിസ്റ്റേഴ്സും നിലനിർത്തേണ്ടത്. ഇത്രയും ഈ ഒരു 6 കാര്യങ്ങളും ഈ ഒരു ലോണ്ടറി സർവീസുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആണ്. ക്ലിയർ ആണോ? ഫങ്ഷൻസ് okay. Then the responsibility of the department is to manage technical functions, determine of the type of linen to be purchased. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കുറച്ച് സാങ്കേതിക പ്രവർത്തനം, ഈ ഒരു വാഷിംഗ് പ്രോസസ്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലാതെയുള്ള കുറച്ച് സാങ്കേതിക പ്രവർത്തനങ്ങൾ കൂടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്തു. അതായത് ഏത് ടൈപ്പ് ഓഫ് ലിനൻ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്,
എത്ര സ്റ്റോക്ക് ഉണ്ട്, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് എത്ര മെറ്റീരിയൽ ഉണ്ട്, ഇനി ഏതൊക്കെയാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇനി പർച്ചേസ് ചെയ്യേണ്ടത്, അത് എത്ര അളവിൽ പർച്ചേസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും മാനേജ് ചെയ്യേണ്ടതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിലിറ്റി. ഒരു ലോണ്ടറി എന്ന് പറയുമ്പോൾ ശരിക്കും അലക്കുശാല എന്ന മീനിങ് മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത്, വാഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തുണിത്തരങ്ങൾ ആവശ്യമായി വരുമ്പോൾ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യേണ്ടതും അത് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതും ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അത് വിതരണം ചെയ്യേണ്ടതും എല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. ആൻഡ് ദ റിക്വയർമെന്റ് ഫോർ ലിനൻ വേരി ഇൻ വേരിയസ് ഏരിയാസ്. അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പല രീതിയിലായിരിക്കും തുണിത്തരങ്ങൾ വേണ്ടത്. അല്ലെ, ഒരേപോലെ ആയിരിക്കില്ല, ചിലപ്പോൾ പല ക്വാണ്ടിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ പല ടൈപ്പ് ആയിരിക്കും വേണ്ടത്. The hospital need to provide sufficient quantity of linen for circulation as well as rest period in storage. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ലിനൻ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ, നമ്മള് എത്ര ഇപ്പൊ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 2-3 എണ്ണം വാങ്ങും അല്ലെ, ഒരു 1-2 നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ഒരെണ്ണം നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും ഇല്ലേ. ആരെങ്കിലും ഗസ്റ്റോ കാര്യങ്ങളോ വരുമ്പോഴൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനോ, അല്ലെങ്കിൽ ആ 2 എണ്ണം ചീത്തയാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ, കുറച്ച് എണ്ണങ്ങള്. അപ്പൊ അതുപോലെ ഇവിടെയും സർക്കുലേഷന് വേണ്ടിയിട്ട് വേണം. അതുകൂടാതെ സർക്കുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്തെങ്കിലും കേടുപാടുകളോ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനനുസരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള തുണിത്തരങ്ങള് ഹോസ്പിറ്റൽസ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുസരിച്ച് ഫണ്ടും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ഇവര് തന്നെ പർച്ചേസ് ചെയ്ത് അവിടെ സ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം ലൊക്കേഷൻ വരേണ്ടത്? എവിടെയായിരിക്കണം വരേണ്ടത് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ? എവിടെയായിരിക്കണം വരേണ്ടത്? ശരിയാണ്, ബാക്ക് സൈഡ് അല്ല, ശരിക്കും നമ്മുടെ മെയിൻ സർവീസ് ഏരിയയിൽ നിന്നും കുറച്ച് ദൂരെ ആയിരിക്കണം അല്ലെ. മെയിൻ സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലിലെ മെയിൻ സർവീസ് കൊടുക്കുന്ന ഏരിയയിൽ നിന്നും കുറച്ച് ദൂരെയായിട്ട് നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതാണ് ഏറ്റവും നന്നായിട്ടുള്ള അനുയോജ്യമായിട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ ചെയ്യാനുള്ള ഒരു സൗകര്യം വേണം, ഒരു സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം വേണ്ടത്. ഇവിടെ അതൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. The laundry should be located in an area that has sufficient daylight and natural ventilation. അല്ലെ, ഇപ്പൊ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഇപ്പൊ നമുക്ക് തുണിത്തരങ്ങൾ ഡ്രൈ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മതിയായിട്ടുള്ള ഡേ ലൈറ്റ് അല്ലെ, പകൽ വെളിച്ചം നന്നായിട്ട് കിട്ടുന്ന ഇടമായിരിക്കണം. നാച്ചുറൽ വെന്റിലേഷൻ, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വായു സഞ്ചാരമുള്ള ഒരു ഇടം കൂടിയായിരിക്കണം ഈ പറയുന്ന ലോണ്ടറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. And typically it should be on the ground floor. ഇത് എപ്പോഴും സാധാരണ നമുക്ക് എവിടെയാണ് വേണ്ടത്? ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് അനുയോജ്യമായിട്ടുള്ളത്. Of an isolated building situated next to and adjacent to the water plant, power plant and away from the main service area. ഒരു മെയിൻ സർവീസ് ഏരിയയിൽ നിന്ന് മാറി എന്തിനൊക്കെ അടുത്തായിട്ടാണ് വേണ്ടത്? നമുക്കൊരു വാഷിങ്ങിന് വേണ്ടിയിട്ട് വാട്ടറിന്റെ അവൈലബിലിറ്റി വേണം അല്ലെ. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ മുതലായ എക്യുപ്മെന്റ്സ് പ്രവർത്തിക്കണമെങ്കിൽ പവർ വേണം അല്ലെ, ഇലക്ട്രിസിറ്റി വേണം. അപ്പൊ അങ്ങനെയുള്ള പവർ പ്ലാന്റിന്റെയും വാട്ടർ പ്ലാന്റിന്റെയൊക്കെ അടുത്തായിട്ട്, എന്നാൽ മെയിൻ സർവീസ് ഏരിയയിൽ നിന്നും കുറച്ച് ദൂരെയായിട്ട് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിന് ഗ്രൗണ്ട് ഫ്ലോർ ആണ് എപ്പോഴും ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് അനുയോജ്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത്. And the department should be situated close to the elevators and must permit easy movement of linen to different areas. എപ്പോഴും ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അങ്ങനെ ലിഫ്റ്റ് സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് തുണിത്തരങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും അതുപോലെ തന്നെ തിരിച്ച് വിതരണം ചെയ്യാനും ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് തുണിത്തരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈസി മൂവ്മെന്റ് സാധ്യമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റർ സംവിധാനം ഇതോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്.
Then hospital laundry manages specialty items and tasks which may include disinfection and infection control of normally stained linen as well as infected linen. Normally stained ആയിട്ടുള്ള ലിനൻസ് ഉണ്ടാവും, അതല്ല എങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് പോലെയുള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ള സാധനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫെക്റ്റഡ് ലിനനുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഏതൊരു തുണിത്തരമാണെങ്കിലും അതിനെ കൃത്യമായിട്ട് അണുനശീകരണം ചെയ്യുകയും ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രോസസ്സുകൾ നടത്തുകയും ചെയ്തത് ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ആൻഡ് there should be separate infection areas from the reception areas. എന്ന് വെച്ചാല് നമ്മുടെ നിങ്ങൾ CSSD പഠിച്ചില്ലേ? CSSD പഠിച്ചില്ലേ? അവിടെ എങ്ങനെയാണ് ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ആ സാധനങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട ആ ഒരു ഫ്ലോ എങ്ങനെയാ പഠിച്ചേ? യൂണി ഡയറക്ഷണൽ പഠിച്ചോ? പഠിച്ചിരുന്നോ? പഠിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ വരുന്നത്. അതായത് നമ്മൾ ഒരു റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ഏരിയയിലൂടെ ഒരിക്കലും നമ്മൾ ഈ ഒരു സാധനം വിതരണം ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ് അത് വിതരണം ചെയ്യാതെ? അതേ ഏരിയയിൽ കൂടെ തന്നെ നമ്മൾ വിതരണം ചെയ്യാതെ എന്തുകൊണ്ടാണ് അത് വിതരണം ചെയ്യാതിരിക്കുന്നത്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നത് കൊണ്ടാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റിസീവ് ചെയ്യുന്ന ഏരിയയിൽ നിന്നും അടുത്ത ഏരിയയിലേക്ക്, അത് ക്ലീൻ ചെയ്യുന്ന ഏരിയയിലേക്ക് വരും, അതിനുശേഷം അത് ഡ്രൈ ചെയ്യുന്ന ഏരിയയിലേക്ക് വരും. അങ്ങനെ ഓരോ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് റിവേഴ്സ് പോകുന്നില്ല, തിരിച്ച് അതേ വഴിയിലൂടെയല്ല ഇത് പുറത്തേക്ക് പോകുന്നത്. ആ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നമ്മുടെ ഇൻഫെക്ഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ? അതിനുശേഷം അവസാനം നമ്മുടെ കയ്യിൽ കിട്ടുന്ന വളരെ വൃത്തിയുള്ളതായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങളാണ്. അതൊരിക്കലും നമ്മൾ ആ ഒരു റിസപ്ഷൻ ഏരിയയിലൂടെ എല്ലാം പുറത്തോട്ട് പോകുന്നു വിടുന്നത്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെലിവറി ചെയ്യാനായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അതിലൂടെ സെപ്പറേറ്റ് ലിഫ്റ്റിലൂടെ തന്നെയാണ് ഒരു കൊണ്ടുവരുന്ന ലിഫ്റ്റ്, അത് കൊണ്ടുപോകുന്ന വിതരണം ചെയ്യാൻ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് ഒക്കെ വ്യത്യാസമായിരിക്കും. അത്രയധികം പേര് കൊടുത്തുകൊണ്ടാണ് ഈ തുണിത്തരങ്ങള് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. Then there should be sufficient power, sufficient quantity of steam as well as correct temperature. അപ്പൊ മതിയായ അളവില് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി നമുക്ക് വേണം. അതുപോലെ തന്നെ sufficient quantity of steam, നീരാവി ഉപയോഗിച്ച് നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്യാറുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള sufficient quantity of steam വേണം. അതുപോലെ കറക്റ്റ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഓരോ പ്രോസസ്സും നമ്മൾ അതിലൂടെ ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ലൊക്കേഷൻ ആൻഡ് ഡിസൈനില് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് ടിപ്പിക്കലി ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അതുപോലെ തന്നെ സഫിഷ്യന്റ് ആയിട്ടുള്ള ഡേയിലേക്ക് നല്ല രീതിയിലുള്ള പകൽ വെളിച്ചവും വായു സഞ്ചാരവും ഒക്കെ ഉള്ള ഒരു ഇടമായിരിക്കണം. മെയിൻ സർവീസ് ഏരിയയിൽ നിന്നും കുറച്ച് അകലെയായിട്ട് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറില് അതിനനുസരിച്ച് വാട്ടർ സപ്ലൈയും പവർ പ്ലാന്റും ഒക്കെ അടുത്ത് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇടത്തായിരിക്കണം ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റ് സൗകര്യങ്ങൾ വേണം. അതിനനുസരിച്ച് നമുക്ക് തുണിത്തരങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുവരാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഏതൊരു തുണിത്തരം സോയിൽഡ് ആയിട്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതായിട്ടുള്ള തുണിത്തരങ്ങളായിക്കോട്ടെ എല്ലാം നമുക്ക് ഒരുപോലെ പ്രോസസ് ചെയ്ത് ഇവിടെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം അത് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും ഓരോ ഏരിയാസിനെയും വേർതിരിച്ച് സോണുകളായിട്ട് തിരിച്ചാണ് അവിടുത്തെ പ്രോസസ്സുകൾ ചെയ്യുന്നത്. അതുപോലെ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ, സ്റ്റീം, സഫിഷ്യന്റ് ആയിട്ടുള്ള പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇതിലൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ അനിവാര്യമാണ്. ക്ലിയർ ആണോ? ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഓക്കെ. അടുത്തത് പറയുന്നത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റികൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെ സ്പേസസ് ആണ് അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്നത്. അതിൽ ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ആവശ്യകതകളാണ് താഴെ പറയുന്ന കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് ഡീകണ്ടാമിനേഷൻ ഏരിയ. എന്താ? അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഏരിയ. സ്ലൂയിസിനാണ് ഡിസിൻഫെക്ട് കഴിയുന്നതോ അണുവിമുക്തം ഡിസിൻഫെക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ അണുനശീകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കണം. ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്,
സോർട്ടിംഗ് ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഇനി എന്താണ് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത്? എന്തൊക്കെ ഫെസിലിറ്റി ഉള്ള ഏരിയ ആയിരിക്കണം? ഈ വരുന്ന തുണിത്തരങ്ങൾ റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ പറ്റണം, അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണം, അതിനുശേഷം അത് വേർതിരിക്കാനും അത് വാഷിംഗ് മെഷീനിൽ ലോഡ് ചെയ്യാനുമുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയാസ് വേണം. അതുപോലെ പ്രൊവിഷൻ ഓഫ് സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. അതുപോലെ തന്നെ വാട്ടറിന്റെ ഫെസിലിറ്റി കൊടുക്കും, സ്റ്റീം ഫെസിലിറ്റി നൽകണം, പവർ അല്ലെങ്കിൽ വൈദ്യുതി ഫെസിലിറ്റി അല്ലെങ്കിൽ മുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം, വൃത്തിയായിട്ടുള്ള തുണിത്തരങ്ങള് പ്രോസസ് ചെയ്യാൻ വേണ്ടി അതിനൊരു സെപ്പറേറ്റ് ഏരിയ വേണം. സ്റ്റാഫ് ഫെസിലിറ്റീസ്, മതിയായിട്ടുള്ള ജീവനക്കാരെ ലഭ്യമാക്കണം. അതുപോലെ തന്നെ ഏരിയ ഫോർ അയണിങ്, സീയിങ് ആൻഡ് മെയിൻറ്റെയിൻ ആൻഡ് പ്രോസസ് ഡ്രൈയിങ് ഏരിയ. അതുപോലെ നമ്മുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന തുണിത്തരങ്ങള് അയൺ ചെയ്യാനും അതുപോലെ തന്നെ തയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ എന്തെങ്കിലും നന്നാക്കുള്ള റിപ്പയറോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുമുള്ള ഒരു ഏരിയ വേണം. ആൻഡ് പ്രോസസ് ഡ്രൈയിങ് ഏരിയ, തുണിത്തരങ്ങൾ ഉണക്കാനുമുള്ള ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജും, ഇത് വാഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പല ഡിസ്ഇൻഫെക്ടൻസോ അല്ലെങ്കിൽ പല ലിക്വിഡ്സോ ഡിറ്റർജൻസ് പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ലിക്വിഡ്സോ സൊല്യൂഷൻസോ കാര്യങ്ങളോ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം. അതുപോലെ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി, എല്ലാ തുണിത്തരങ്ങളും നമുക്ക് ചിലപ്പോൾ മെഷീൻ വാഷ് ചെയ്യാൻ പറ്റില്ല, ചിലത് കയ്യിൽ വെച്ച് തന്നെ നമ്മൾ തിരികെ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ, അല്ലെങ്കിൽ അലക്കി എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റികൾ കൊടുക്കണം. അതുപോലെ ലോക്കബിൾ സ്റ്റോറേജ് ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്, ഈ പറയുന്ന മെറ്റീരിയൽസ് ഇപ്പൊ പ്രോസസ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും അതൊക്കെ വളരെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ലോക്കബിൾ ആയിട്ടുള്ള സ്റ്റോറുകൾ ലഭ്യമാക്കി കൊടുക്കണം. ടെൻത്ത് വൺ പറയുന്നത് ക്ലീൻ ലിനൻ ഇഷ്യൂവിംഗ് കൗണ്ടർ, വളരെ വൃത്തിയുള്ള ലിനൻസ് വിതരണം ചെയ്ത് നൽകുന്നതിന് വേണ്ടി ഒരു കൗണ്ടർ വേണം. സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജൻസ്, സ്റ്റോറിംഗ് ക്ലീൻ ലിനൻസ്, അതുപോലെ ക്ലീനിങ് ഏജൻസ് സ്റ്റോർ ചെയ്യാൻ അതുപോലെ വൃത്തിയുള്ള തുണിത്തരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ വേണം. ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ്സ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്വീസർ എക്സെട്ര. അപ്പൊ ഈ ഒരു വാഷിംഗ് മെഷീനും നമ്മുടെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള സ്ക്വീസർ കാര്യങ്ങളൊക്കെ ഉള്ള ഹെവി മെഷീൻസ് ഒക്കെ വെക്കാൻ വേണ്ടി അതിൻ്റെതായ സ്പേസ് അതിനുള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ലാസ്റ്റ് വണ്ണാണ് ഡെസ്ക്, കൗണ്ടേഴ്സ് ആൻഡ് ക്യാബിനറ്റ് ഫോർ സ്റ്റോർ ഫയൽസ് ആൻഡ് രജിസ്റ്റേഴ്സ്. ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളും രജിസ്റ്ററുകളും ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഡെസ്കുകള്, കൗണ്ടറുകള്, ക്യാബിനറ്റ്സ് മുതലായവയും പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും ഈ 13 എണ്ണവും ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ആവശ്യകതകളാണ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം കേട്ടോ. അതിൽ ഒന്നാമത് പറഞ്ഞത് ഡിക്കൺടാമിനേഷൻ ഏരിയ, അണുവിമുക്തമാക്കുന്ന ഏരിയ. അപ്പൊ അതിനുവേണ്ടി സ്ലൂസിംഗ് കഴുകാനും നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ അണുനശീകരണം നടത്താനുള്ള ഒരു ഏരിയയാണ് ഡീകൺടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഏരിയ വിത്ത് ഫെസിലിറ്റീസ്, എന്തിനൊക്കെയുള്ള ഫെസിലിറ്റി ഉള്ള ഏരിയ വേണം? ഈ പറയുന്ന മെറ്റീരിയൽസ് റിസീവ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനും അത് സോർട്ട് ചെയ്യാനും വാഷിംഗ് മെഷീനിലേക്ക് വാഷർ ലോഡ് ചെയ്യാനുമുള്ള പ്രത്യേകമായിട്ടുള്ള ഏരിയാസ് വേണം. അതുപോലെ തന്നെ പവർ, വാട്ടർ, സ്റ്റീം മുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. വൃത്തിയുള്ള ലിനൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂം അല്ലെങ്കിൽ ഒരു ഏരിയ വേണം. സ്റ്റാഫുകളുടെ ഫെസിലിറ്റികൾ, സ്റ്റാഫുകളെ ലഭ്യമാക്കി ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ ലഭ്യമാക്കി നൽകണം. അതുപോലെ തന്നെ അയൺ ചെയ്യാനും, സ്ലൂയിസിംഗ് എന്ന് പറഞ്ഞാൽ കഴുകുക എന്നാണ് കേട്ടോ, കഴുകുക, അതായത് അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ കഴുകുന്ന ഇതിനെയാണ് സ്ലൂയിസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ടുള്ള വാഷിംഗ് അതിന് ശേഷമായിരിക്കും. ഓക്കെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവയൊക്കെയാണ് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് നമ്മൾ സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്ത് ഡീകൺടാമിനേഷൻ ചെയ്യാൻ വേണ്ടി, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി. ഓക്കെ, അടുത്തത് ആറാമത് പറഞ്ഞത് ഏരിയ ഫോർ അയണിങ്, അയൺ ചെയ്യാനായിട്ട് സ്വിങ് തയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ നന്നാക്കണമെങ്കിലോ റിപ്പയർ ചെയ്യണമെങ്കിലോ അതിനുള്ളൊരു പ്രത്യേക ഏരിയ വേണം. ക്ലോത്ത് ഡ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഏരിയ വേണം. സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒരു റൂം വേണം. അതുപോലെ കയ്യിലിട്ട് നമുക്ക് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റികൾ വേണമെങ്കിൽ അതിനുള്ള ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്യണം. ഈ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് ലോക്കബിൾ ആയിട്ടുള്ള സ്റ്റോറുകൾ വേണം. അതുപോലെ വൃത്തിയുള്ള തുണിത്തരങ്ങൾ ഇഷ്യൂ ചെയ്യാൻ, വിതരണം ചെയ്യാനായിട്ട്
കൗണ്ടർ വേണം. അതുപോലെ ക്ലീനിങ് ഏജൻസ് സ്റ്റോർ ചെയ്യാൻ ഒരു സ്റ്റോർ റൂം വേണം. ഈ പറയുന്ന വൃത്തിയാക്കിയിട്ടുള്ള ഏജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിറ്റർജന്റുകൾ പോലെ നമ്മൾ പല ലിക്വിഡ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാറില്ലേ, അതാണ് ഇവിടെ ക്ലീനിങ് ഏജൻസ്. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഏജൻസ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അത് തന്നെ. കെമിക്കൽസ് പലതും നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, പല ഇപ്പൊ കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുണ്ടായിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറില്ലേ, ഡിറ്റർജന്റ് ഉപയോഗിക്കാറുണ്ട്, ലിക്വിഡ് ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ. ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ലിക്വിഡ്സ് യൂസ് ചെയ്യാറില്ലേ. അതിനൊക്കെയാണ് ക്ലീനിങ് ഏജൻസ് എന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട ഈ ഒരു തുണി വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം ക്ലീനിങ് ഏജൻസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ വൃത്തിയായിട്ട് അതൊക്കെ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ഇടം വേണം. അതുപോലെ തന്നെ വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ഇടം വേണം. അതിനാവശ്യമനുസരിച്ച് അവരുടെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും നമ്മൾ വിതരണം ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ വളരെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടം വേണം. അതുപോലെ ഹെവി ആയിട്ടുള്ള ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ, ഇപ്പൊ വാഷിംഗ് മെഷീൻ ആവാം, സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഡ്രയേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മുടെ മെഷീനിലെ ഡ്രയറുകളില്ലേ, അതേപോലെ തന്നെ ഒരു പ്രോസസ് ചെയ്യുന്ന ഒരു മെഷീനാണ് സ്ക്യൂസർ. വെള്ളമൊക്കെ ആദ്യം ഉള്ള വെള്ളമൊക്കെ നമുക്ക് പിഴിഞ്ഞ് കളഞ്ഞ് ഡ്രൈ ആക്കി ആ ഒരു തുണി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ ഹെവി മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഡെസ്ക്, കൗണ്ടറുകള്, ക്യാബിനറ്റ്സ് എന്തിനു വേണ്ടിയാ, ഫയലും രജിസ്റ്ററുകളും ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡെസ്കോ കൗണ്ടറുകളോ ക്യാബിനറ്റ്സോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് ആണ്. ക്ലിയർ ആണോ? ആ 13 എണ്ണം. ഓക്കെ, അടുത്തത് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ്, വളരെ സിമ്പിൾ ആയിട്ട് ഇത് കൂടുതലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻക്ലൂഡഡ് ആയത് ഇൻക്ലൂഡഡ് അല്ലാത്ത എന്ന രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം മിക്കതും കോയിൻ വൈസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതായിരിക്കും. അല്ലാത്തവയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ ആ ഒരു കോട്ടന്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ ഇനി നമ്മൾ ഓരോ ടൈപ്പ് പഠിക്കുന്നുണ്ട്, ഓരോ ലിനൻസിന്റെ പല ടൈപ്പുകൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അല്ലാതെ തന്നെ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ ആൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യമാണ് പറയുന്നത്. Efficient and effective linen and laundry services can increase patient experience and reduce the danger of cross contamination. നമുക്കൊരു വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട് എങ്കിൽ അത് എന്തിനു സഹായിക്കുന്നു എന്നാ പറയുന്നത്? ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. വരുന്ന പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഉണ്ടോ? നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, ഹോസ്പിറ്റൽ വളരെ വൃത്തിയായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. അവിടുത്തെ തുണിത്തരങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് യാതൊരുവിധ ഒരു മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മുടെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയാ? നമ്മൾ ഹാപ്പി ആവുകയല്ലേ ചെയ്യുന്നത് അല്ലെ? നമുക്ക് വളരെ ഒരു സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരാണ് അല്ലെ? ആ വരുന്ന പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ഒരു കാര്യക്ഷമമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു തുണി ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലൂടെ സാധിക്കുന്നത്. അത് വളരെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, നമുക്ക് സംതൃപ്തി ലഭ്യമാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. ഈ പറയുന്ന രീതിയിൽ മലിനീകരണം ഉണ്ടാവാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിന്റെ ആ ഒരു അപകട സാധ്യത കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും അല്ലെ? എപ്പോഴും വൃത്തിയാക്കിയിടുന്ന ഒരു ഇടമാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസിന്റെ ആ ഒരു സ്പ്രെഡ് ആവുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ? അതേസമയം വൃത്തിഹീനമായി ഇടുന്ന ഇടങ്ങളിലാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതൽ അല്ലെ? ഇവിടെ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ തുണിത്തരങ്ങൾ
ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നതിലേക്ക് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനും വരുന്ന പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. That it is necessary to have clean and hygienic laundry which would ensure a safe environment for patients and prevent the spread of infection. ഇതിലൂടെ എന്താണ് വളരെ അനിവാര്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് to have clean and hygienic laundry. വളരെ വൃത്തിയുള്ളതും വളരെ ശുചിത്വപൂർണവുമായിട്ടുള്ള തുണിത്തരങ്ങൾ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ വരുന്ന പേഷ്യൻസിന് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പു പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അപവാദങ്ങൾ ഉണ്ടാവുന്നതിനെ തടയുകയും ചെയ്യുന്നു. അപ്പൊ ഇതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇത് നല്ലൊരു എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്തിനെയൊക്കെ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. എന്താണ്? അണുബാധകൾ പടരുന്നതിന് ഇൻഫെക്ഷൻസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പകരുന്നതിനെ തടയുന്നു. ഇല്ലേ? ഇൻഫെക്ഷൻ പകരുന്നതിനെ തടയുന്നില്ലേ? കാരണം എന്തുകൊണ്ടാ? ആ തുണിത്തരങ്ങൾ അത്രയും നല്ല രീതിയിൽ ഹൈജീനിക് കണ്ടീഷനിലാണ് പ്രോസസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുണിത്തരങ്ങൾ വഴി ഉണ്ടാകുന്ന അണുബാധകൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? അതൊരു സഹായമല്ലേ? ഒരു ഹെൽപ്പ് അല്ലേ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഹെൽപ്പ് അല്ലേ ഇത്? ആണോ? ഓക്കെ. രണ്ടാമത്തത് പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ വളരെ വൃത്തിയുള്ള ഒരു തുണിത്തരം ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ധരിക്കാൻ തരുന്ന തുണിത്തരങ്ങളായിക്കോട്ടെ, അല്ല എങ്കിൽ നമ്മുടെ ആ റൂമിൽ നമുക്ക് ഉപയോഗിക്കാൻ തരുന്ന തുണിത്തരങ്ങളായിക്കോട്ടെ, അത് വളരെ വൃത്തിയുള്ളതാണ്. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ മൊത്തത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ നമുക്കത് എന്തുണ്ടാക്കുന്നുണ്ട്? ആ പേഷ്യൻസിന് ഒരു കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അതിലൂടെ കിട്ടുന്നുണ്ട്. അല്ലെ? കിട്ടുന്നില്ലേ? മൂന്നാമത്തത് എസ്തെറ്റിക് വാല്യൂ. എന്താണ്? ഒരു സൗന്ദര്യാത്മക മൂല്യം. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നല്ല, നമ്മുടെ വീട്ടിലാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് നോക്കി, നമ്മുടെ വീട്ടില് നമ്മൾ എല്ലാ തുണികളും, അതായത് നമ്മുടെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മുഷിഞ്ഞു കിടക്കാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു റൂം നോക്കാനോ അല്ലെങ്കിൽ റൂമിൽ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമാവോ? അതേസമയം നമ്മൾ അതൊക്കെ മാറ്റി പുതിയതായിട്ടുള്ള ബെഡ്ഷീറ്റുകൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ ബെഡ്ഷീറ്റുകൾ മാറ്റുന്നു, നമ്മുടെ കർട്ടനുകൾ കഴുകിയിടുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു റൂമിൽ ചെല്ലുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാനും അല്ലെ ഒരു സൗന്ദര്യം നമുക്ക് തോന്നൂലേ? അതെ, നമ്മളൊരു ഹാപ്പിയാണ്, നമുക്കൊരു സൗന്ദര്യം ആ ഒരു റൂമിനെ പറ്റി, നമുക്ക് ആ റൂമിനെ പറ്റി നമുക്ക് എന്താണ് നമ്മുടെ റൂം തന്നെയാണോ എന്നൊക്കെ തോന്നാറുണ്ട് അല്ലെ? അതുപോലെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ പേഷ്യൻസിനും ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. എപ്പോഴാണ് അത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്? ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ തുണിത്തരങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുന്നത് അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ചുറ്റുപാട് നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ തുണിത്തരങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, റൂം കണ്ടാലും അവിടുത്തെ തുണിത്തരങ്ങളാണെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു സൗന്ദര്യാത്മക മൂല്യം അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് വാല്യൂ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തില് ഉടലെടുക്കുന്നുണ്ടെന്നാ പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ഇതിലൂടെയൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജ്, ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിത്രം ആളുകളുടെ മനസ്സിൽ വർദ്ധിപ്പിക്കാനും നമുക്ക് സഹായകമാണ്. ഈ 4 കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലിലെ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഇതിനൊക്കെ ആ ഹോസ്പിറ്റലിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ അത് സഹായിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അതിൽ ഒന്നാമത്തത് എന്താണ്? ഇൻഫെക്ഷൻസിനെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അണുബാധകൾ പകരുന്നതിനെ തടയുന്നുണ്ട്. രണ്ടാമത്തത് രോഗികൾക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയും എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. മൂന്നാമത്തത് ഒരു എസ്തെറ്റിക് വാല്യൂ അല്ലെങ്കിൽ ഒരു സൗന്ദര്യാത്മക മൂല്യം പേഷ്യൻസിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന്റെ ആയിക്കോട്ടെ ആരുടെ ആണെങ്കിലും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. നാലാമത്തത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജ് ആളുകളുടെ ഇടയിൽ ചിത്രീകരിക്കാനും ഇത് സഹായകമാണ്. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് പ്ലാനിംഗ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് റിലീസ് ഓൺ.
അപ്പൊ ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് വെക്കണോ വേണ്ടയോ എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ വീടുകളില് നമുക്ക് അധികം സമയമൊന്നുമില്ല. നമുക്ക് ഭയങ്കര ബിസിയാണ്. നമ്മൾ ആകെ 2-3 പേരേ ഉള്ളൂ. ഭയങ്കര ബിസിയാണ്. ഭയങ്കര ബിസി ആണെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു അലക്കാനും ഇതിനൊന്നും നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എന്താ ചെയ്യാ? എന്താ ചെയ്യും? നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യും അല്ലെ? അല്ലെങ്കിൽ വേറെ ആളെ വെക്കും, അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യാറുണ്ട് അല്ലെ? തുണികളൊക്കെ അലക്കാനായിട്ട് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുകളിൽ പുറമുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അവിടെ വേണം വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരു ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ അധികം ഡിപ്പാർട്ട്മെന്റോ കാര്യങ്ങളോ ഇല്ല. വളരെ കുറച്ച് ഡിപ്പാർട്ട്മെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ ആ ഹോസ്പിറ്റലുള്ളൂ എങ്കിൽ അവിടെ ഇത്രയും വിലപിടിപ്പുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും സ്റ്റാഫുകളും ഒക്കെ വെച്ച് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? അവർക്ക് നഷ്ടമല്ലേ ആ ഹോസ്പിറ്റലിനത് അല്ലെ? അതേസമയം ഒരുപാട് ഡിപ്പാർട്ട്മെന്റോ കാര്യങ്ങളോ ഉള്ളതാണെങ്കിൽ അവർക്കത് ലാഭമാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ്? നഷ്ടമാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും? പുറത്ത് കൊടുത്ത് അല്ലെ? ഒരു പുറത്ത് ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലോണ്ടറി സർവീസ് ഒരു ഹോസ്പിറ്റൽ വേണമോ ഇല്ലയോ എന്ന് പ്ലാൻ ചെയ്യുന്നത് കുറെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതിൽ ഒന്നാമത്തതാണ് സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം അല്ലെങ്കിൽ സൈസ് എത്രത്തോളം ഉണ്ട്? വലിയൊരു ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹോസ്പിറ്റലാണോ? ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളോ ഉള്ളോ എന്നതിനെ ആശ്രയിച്ച് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. കൈൻഡ് എന്നാണ് കേട്ടോ, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ് അല്ലെ? ഇപ്പൊ ചില ഹോസ്പിറ്റലുകൾ ചില സ്പെഷ്യാലിറ്റി മാത്രം കൺസിഡർ ചെയ്യുന്ന ചില ഹോസ്പിറ്റലുകൾ ഉണ്ടാകും അല്ലെ? ഇപ്പൊ മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രം അല്ലെങ്കിൽ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും. ഓർത്തോയിൽ മാത്രം ബന്ധപ്പെട്ട് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും അല്ലെ? അങ്ങനെ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണത് എന്ന് നോക്കും. മൂന്നാമത്തത് അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് അഡ്ജോയിനിങ് ഏരിയാസ്. ഈ ഒരു ഹോസ്പിറ്റലിന്റെ സമീപ പ്രദേശങ്ങളിൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസുകൾ ലഭ്യമാണോ എന്ന് നോക്കും. നാലാമത്തത് ആ ഒരു ഏരിയയിലുള്ള വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ എങ്ങനെയാണെന്ന് നോക്കും. അഞ്ചാമത്തത് ടൈപ്പ് ഓഫ് ക്ലിനിക്കിലെ ഏത് തരത്തിലുള്ള ഉപഭോക്താക്കളാണ് ആ ഹോസ്പിറ്റലിൽ കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്കറിയുമ്പോൾ ചിലപ്പോ കൂടുതലും ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും വരുന്നതെങ്കിൽ അവിടെ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം വരുന്നുണ്ടോ? അല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഓർത്തോവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. ചിലപ്പോൾ അധികം രീതിയിലുള്ള വലിയ മാസ്റ്റർ സർജറികളോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടാവില്ല. ചെറിയ ചെറിയ സർജറി കാര്യങ്ങളാണ് ഇവർ ഡീൽ ചെയ്യുന്നുള്ളൂ. 1-2 ദിവസം മാത്രം ചിലപ്പോൾ പേഷ്യൻസിന് അവിടെ താമസിച്ചാൽ മതിയാവുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു നല്ലൊരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വലുതായിട്ടുള്ളത് വേണമെന്ന് ആവശ്യം വരുന്നില്ല അല്ലെ? കുറച്ചധികം തുണികൾ ഉണ്ടാവില്ല, അപ്പൊ കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പുറത്തു കൊടുത്ത് ചെയ്യിക്കുന്നത് തന്നെയാണ് ലാഭം. അപ്പൊ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് വലിയ ഹോസ്പിറ്റലുകളാണ്, അതിൽ ഒത്തിരി ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വേണം. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ്, ഏതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്, അവിടെ ഏത് തരത്തിലുള്ള ഉപഭോക്താക്കളാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലെ തൊട്ട് സമീപ പ്രദേശങ്ങളിൽ ഈ പറയുന്ന പോലെയുള്ള ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ അവൈലബിൾ ആണോ? ഇത് നമുക്ക് പുറത്തു കൊടുത്ത് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരുപാട് ദൂരെയായ പുറത്തു കൊടുത്ത് ചെയ്യാൻ പറ്റില്ല അല്ലെ? അടുത്തായിരിക്കണം, നമുക്ക് പറയുന്ന സമയത്ത് അവർ തരുകയും വേണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അവൈലബിൾ ആയിട്ട് അടുത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. അതുപോലെ അവിടുത്തെ ആ ഒരു കാലാവസ്ഥ കണ്ടീഷൻസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത് ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം പരിഗണിച്ചാണ് ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത്രയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.